നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫുൾ ടൈം കരിയറായിട്ട് ചെയ്യരുത് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓൺലൈൻ ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്താലേ വിജയിക്കത്തുള്ളൂ, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവർ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഞാൻ പറയുന്നത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവരും വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ വരും. ഞാനിപ്പം എൻ്റെ അനുഭവം തന്നെ ഞാൻ മുമ്പത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൻ്റെ സാധ്യത നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റുകളാണ്, എനിക്ക് അത്യാവശ്യം ഒരു ടീമിനെ സ്വന്തമായിട്ട് നയിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുകളുണ്ട്. എന്നിട്ട് പോലും ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിർത്തിയ ആളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ആണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാവണമെന്നില്ല നമ്മുടെ ബിസിനസ് തകർന്നു പോകുന്നത്. നമ്മുടെ ടീം അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് തകർന്നു പോവാം. നമ്മുടെ അപ്ലയൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ, നമ്മുടെ എൻ്റയർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന എന്തെങ്കിലും ലീഗലായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതുപോലെ അനേകായിരം കാര്യങ്ങളുണ്ട് നമ്മുടെ ബിസിനസ് നിന്ന് പോകാൻ, നമ്മുടെ ബിസിനസ് തകർന്നു പോകാൻ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി ഫുൾ ടൈം ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ വലിയ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുക്കരുത്, അല്ലെങ്കിൽ ഫുൾ ടൈം ബിസിനസ് ആയിട്ട് ചെയ്യരുത്. പകരം മറ്റെന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗത്തോടൊപ്പം ഒരു സൈഡായിട്ട് ചെയ്യുക. ഓക്കെ, അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്നലെ മറുനാടൻ TV പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് 1 മിനിറ്റുള്ള ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം കണ്ടിട്ട് വരാം. നാടൻ ഇന്ന് പുറത്തുവിടുന്നത് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വമ്പൻ മാഫിയുടെ കഥയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ വ്യാജ ചികിത്സയാണ്. BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, വെരിക്കോസ് വെയിൻ, സ്കിൻ ക്യാൻസർ, അത് ഇത് മാറണോ സാർ? നമ്മൾ എടുത്ത് വരും. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം, ന്യൂട്രീഷൻ കുടിക്കുന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ. രാവിലെ ഒരു ഷേക്ക് ഉണ്ട്, അപ്പോൾ അത് രാവിലെ കഴിക്കണം. എൻ്റെ ക്യാൻസർ മാറി RCCയിൽ 25 ഡോക്ടർമാർ ഇത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 6000 രൂപ, 4000 രൂപ. അപ്പോൾ നമ്മൾ ഈ ഫുൾ പൈസ എടുത്തവർക്ക് ഇപ്പോഴൊന്നും നമുക്ക് കിളി പാറിയ പോലെ ഒരു അവസ്ഥയാണ്. ഇത് കണ്ടുപിടിച്ച് അമേരിക്ക പോലും കുറേ തവണ ബാൻ ചെയ്തു. അതിന് ശേഷമാണ് അമ്മയ്ക്കാണെങ്കിലും മൈനർ സ്ട്രോക്ക് വന്നു. പക്ഷേ പാവം പിടിച്ച് ഇന്ത്യയിൽ ലൈഫ് ഒന്നാമത്. ഇന്ത്യയിൽ എന്ത് തട്ടിപ്പ് നടക്കും? നിങ്ങൾ ലൈഫ് രക്ഷപ്പെടും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബെൻസ് കാര്യം നടന്നു മനസ്സിൽ എഴുതിയെടുത്തിട്ട് നമ്മുടെ ഒരു BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ, ഡോക്ടർ ചോദിക്കുന്നവരെ ചോദിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം നശിക്കാൻ ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ട. പക്കാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 30 മിനിറ്റുള്ളതാണ്, അരമണിക്കൂർ ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഇതിൽ ഈ വ്യക്തി ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ബിസിനസ്സിലേക്ക് വന്നിട്ട് പിന്നീട് ബിസിനസ് നിർത്തി ഇപ്പോൾ കമ്പനി കയറിയത് അതിന് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു വീഡിയോ ആണിത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെഗറ്റീവുകൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ഈ ഹെർബലൈസ് എന്ന് പറയുന്നത് 8-10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എനിക്കറിയാം. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചില ആൾക്കാർക്ക് പ്രൊഡക്റ്റ് നിർത്തിയതിന് ശേഷം തടി കൂടി എന്ന് പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ കിഡ്നി പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ കിഡ്നി പോകുന്ന ഹെർബലൈഫ് ഉപയോഗിച്ചുകൊണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ, എത്രയോ പേര് ഇപ്പോൾ കിഡ്നി തകരാറിലാവുന്ന ആൾക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ക്യൂ ആണ്, കിഡ്നി മാറ്റി വെക്കാൻ ക്യൂ ആണ്. കാരണം എന്താ, അവയവം കിട്ടാനില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കിഡ്നി പോയെന്ന് പറയുന്നത് യാഥാർത്ഥ്യമില്ല. കൂടുതൽ ആൾക്കാരും പറയുന്നത് നെഗറ്റീവ് അതൊക്കെയാണ്. സംഭവം എന്തോ ആവട്ടെ, ഇപ്പോൾ ഇത് യാഥാർത്ഥ്യം ആയാലും ശരിയില്ല, വേറെ നെഗറ്റീവ് ആയാലും ശരി, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണെങ്കിലും ശരി, എന്താണെങ്കിലും ഇപ്പോൾ ഹെർബലൈഫ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? ഇനി ഒരു 3-4 മാസത്തേക്ക്, ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പക്ക ഡൗൺ ആയിരിക്കും. ഇനി ഇതും പറഞ്ഞ് ഇവരെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ കമ്പനികളും സംഭവിക്കുക. ഇതിങ്ങനെ 6 മാസം 1 വർഷം കൂടുമ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. മുമ്പ് ഹൈറിച്ച് പൊട്ടിപ്പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മെല്ലെ ഒന്ന് തണുത്ത് വന്നു, അപ്പോഴാണ് ഈ പ്രശ്നം. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും വരും. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം. സർക്കാർ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവർ നിയമം കൊണ്ടുവരും, അത് കൊണ്ടുവരും, അംഗീകരിക്കപ്പെട്ട കമ്പനികളുടെ ലിസ്റ്റ് ഇറക്കുന്നൊക്കെ പറയുന്നതല്ല. ഇതിലൊന്നും ഒരു നടപടിയും നമ്മൾ അടുത്ത കാലത്ത് പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ആക്കും. കാരണം എന്താ, ഇപ്പോൾ ഹെർബലൈഫിൻ്റെ ബിസിനസ് വളരെ പുറകോട്ട് പോകാൻ ഈ ഒറ്റ വീഡിയോ മതി, തീർച്ചയായിട്ടും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് തന്നെ നമ്മുടെ ബിസിനസ്സിൽ എഫക്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, മോഡിക്കെയർ ചെയ്താലും ശരി, വെസ്റ്റേജ് ചെയ്താലും ശരി, മൈ ലൈഫ് ചെയ്താലും ശരി, ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും സംശയം വരും. ഇതൊക്കെ തന്നെയല്ലേ ഇതിൽ നടക്കുന്നത്. ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇവരും എന്തൊക്കെയോ പ്രൊഡക്റ്റ് കഴിച്ച് അങ്ങനെ വരും ഇങ്ങനെ വരുമെന്ന് പറയുന്നു. അല്ലാതെ ഇതൊന്നും ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആരൊക്കെയോ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിലും ഈ ഒരു വാർത്ത കാരണം ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, കാലക്രമേണ ഇതുപോലെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മുടെ കമ്പനിക്കെതിരെയോ, നമ്മൾ ഏത് കമ്പനിയും ആയിക്കോട്ടെ, നമ്മുടെ കമ്പനിക്കെതിരെയോ നമ്മൾ നൽകിയിരുന്ന ഒരു പ്രൊഡക്റ്റിനെതിരെ വന്നു കഴിഞ്ഞാൽ അതോടെ നമ്മൾ അതുവരെ കെട്ടിപ്പൊക്കിയ സൗദം ഒരു ചീട്ട് കൊട്ടാരം പോലെ അടിഞ്ഞേക്കാം. ആ സമയത്ത് മറ്റൊരിടത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റൊരു വരുമാനം പിടിക്കാനോ ചിലപ്പോൾ വരില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫുൾ ഏറ്റെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലെന്ന്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബോക്സിൽ പറയുക. ഈ ഒരു വീഡിയോ കണ്ടത് ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.